ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനും ഇച്ചും കൂടി കോഴിക്കോട് പോവുകയാണ്. അപ്പം എനിക്ക് പ്രോജക്റ്റാണ് ഗൈസ്. അപ്പം ഈ മന്ത് അപ്പം ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് പോകുന്നതിന് മുമ്പുള്ള. അപ്പോൾ അതിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിന് പോകാമെന്നുള്ളതിൽ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ട്രെയിന് പോയി. 12:50 പിന്നെ ഉള്ളത്. ഞങ്ങൾ നല്ല പോസ്റ്റായിരുന്നു ഗൈസ്. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് പിന്നെ നമ്മൾ മറിയൂസിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്കായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് സൺഡേ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മിഠായി തെരുവിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറിയൂനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോയ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചധികം നേരം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഷോപ്പിൽ പോയി എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നേരം അവിടെ ഇരുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിൻ വരുമ്പോഴേക്കും നിറയെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നിറയെ ആൾക്കാരായിരുന്നു. സമയമാകുമ്പോഴത്തേക്കും അവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയപാടെ നമ്മൾ നേരെ പോയത് മിഠായി തെരുവിൻ്റെ ഏതോ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടത്തേക്കായിരുന്നു കേട്ടോ പോയത്, കാരണം ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഇതാ പിന്നെ അവിടെയും കുറേ നേരം ഇരുന്നു, കാരണം അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഹോട്ടലായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു. ഒരുപാട് നേരം ഇരുന്നതിൻ്റെ ശേഷമാണ് നമുക്ക് ഫുഡ് വന്ന് നമുക്ക് സീറ്റ് തന്നെ കിട്ടിയത്. ഒരുപാട് നേരം ഇരുന്നതിൻ്റെ ശേഷമായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം മൊജിറ്റോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മന്തിയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ മിഠായി തെരുവിൽ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ കൈ പിടിച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ ഇതാ ഇവിടുന്ന് ഞങ്ങൾ ഏതൊക്കെയോ ഷോപ്പിൽ കയറി എന്തൊക്കെയോ വാങ്ങി. നമ്മൾ വിചാരിച്ച അത്ര വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല, കാരണം നല്ല തിരക്കായിരുന്നു. നമുക്ക് എന്താ പറയുക, ഏത് ഷോപ്പിൽ കയറിയാലും അത്രയ്ക്ക് തിരക്കായിരുന്നു. ചിലപ്പോൾ സൺഡേ ആയതുകൊണ്ടായിരിക്കാം, നല്ല തിരക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ ഇവിടെ തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഇച്ചിൻ്റെ മുടിയൊക്കെ മുറിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ നിന്ന് മുറിക്കാന്നുള്ളതിൽ പോയതാണ്. പിന്നെ അവിടെ അത്യാവശ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു. പോയപാടെ അവർ നമ്മൾ വേഗം കയറ്റി മുറിക്കാനുള്ള ഇതൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു, കാരണം ഞങ്ങൾക്ക് ട്രെയിനായിരുന്നു വൈകിട്ട്. അപ്പം ഞങ്ങളത് ഓരോട് പറഞ്ഞപ്പോൾ ഒരു വേഗം കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, മുടി മുറിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ബസ് ഏത് ടൈമും ഉണ്ട്, പക്ഷേ എനിക്ക് ബസ്സിൽ പോയാൽ ഛർദ്ദിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ട്രെയിനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് എത്തുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഇതാ ഞാൻ അവിടെ പോസ്റ്റായിരുന്നു ഗൈസ്. പിന്നെ അത്യാവശ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ആൾക്കാരായിരുന്നു നമ്മൾ പോകുന്ന ടൈം ഉണ്ടായിരുന്നു. പിന്നെ വരുമ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറി വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. Ta-da!